നമ്മൾ ചിന്തിക്കേണ്ടതും നമ്മൾ മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോഴത്തെ ജനറേഷൻ നമ്മൾ തിങ്ക് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ കൂടെ ഒരാൾ വേണം, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളെ സന്തോഷിപ്പിക്കാൻ ഒരാൾ വേണം. ഞാൻ ഈ പറയുന്നത് ഒരിക്കലും നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല, ഒരാളിൽ അറ്റാച്ച്ഡ് ആകാൻ പാടില്ല. ഒരു സമയത്ത് നമ്മളായിട്ട് ഒറ്റയ്ക്ക് ജീവിക്കേണ്ട സമയം വരും. ഈ അവസാന ഘട്ടത്തിലും കൂടെ ഉണ്ടാകുന്ന ഒരാളാണ് അത് നമ്മളാണ്. നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ്, വാല്യൂ, പ്രയോറിറ്റി ഇതൊക്കെ നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ നമുക്കത് തിരിച്ച് റിട്ടേൺ കിട്ടുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്ക്. തിരിച്ച് കിട്ടുന്നില്ല എന്നാണെങ്കിൽ നമ്മൾ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാണ്. ഒരു വ്യക്തി എപ്പോഴാണ് മെച്യൂർഡ് ആവുന്നത്? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. ഒരു വ്യക്തി മെച്യൂർഡ് ആവുന്നത് അവൻ അല്ലെങ്കിൽ അവൾ നേരിടുന്ന സാഹചര്യം, ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, അവയിലൂടെയാണ് നമ്മൾ മെച്യൂർഡ് ആവുന്നത്. ഇപ്പോൾ ഞാൻ എന്ന വ്യക്തി പ്രണയത്തിലോട്ട് പോകുമ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒറ്റൊരു കാര്യമുണ്ട്, നമ്മൾ എവിടെ എത്തി എന്നുള്ളത്. ഡ്രീമുണ്ട്, നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ഒരു വീട് വെക്കണം. ഈ ഒരു മൊമെൻറ്റിൽ നമ്മൾ തിങ്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ഇപ്പോൾ നമ്മളെവിടെ എത്തി നിൽക്കുന്നു, നമ്മളെ കരിയർ എവിടെ എത്തിയില്ല, നമ്മളെ ഡ്രീംസ്, നമ്മളെ അച്ചീവ്മെൻറ്റ് നമ്മളെവിടെ എത്തിയില്ല, നമ്മളെ വട്ടപൂജ്യത്തിലാണ്. നമുക്ക് മുന്നോട്ട് പോകാനുണ്ട് ഒരുപാട്. ഈ പറഞ്ഞ റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുമോ? ഡീപ്പായിട്ടൊന്ന് നമ്മളൊന്ന് ചിന്തിക്കാനുണ്ട്. ഇപ്പോഴത്തെ പ്രണയം ആത്മാർത്ഥ പ്രണയമല്ല, ഒരു തരം ഡ്രാമ എന്നൊക്കെ പറയും, അതാണ്. അപ്പോൾ നമ്മളെ സാഹചര്യത്തെ മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. നമ്മൾ ഒരുപാട് റിയാലിറ്റിയിലേക്ക് വരാനുണ്ട്. നമ്മൾ അവിടെ ഇവിടെ എന്താ പറയുക, സ്റ്റക്കായി നിൽക്കുകയാണ്. നമ്മൾ അതിൽ നിന്നും പുറത്തോട്ട് വരണം. പ്രണയം ഇല്ലെങ്കിലും നമുക്ക് എന്താ പറയുക, മുന്നോട്ട് പോകാൻ പറ്റും. ആ ഒരു ട്രൂത്ത് മനസ്സിലാക്കുക. പ്രണയം അല്ല ഈ പറഞ്ഞ ഒന്നുമല്ല നമ്മളെ ഭാവി അല്ലെങ്കിൽ ലൈഫ് എന്ന് പറയുന്നത്.